എത്യോപ്യയിൽ ഇപ്പോഴും കരണ്ടോ വെള്ളമോ ഇൻ്റർനെറ്റോ ഒന്നുമില്ലാത്ത കുറേ ഗ്രാമങ്ങളുണ്ട്. അതിലെ ഒരു ഗ്രാമത്തിലേക്കുള്ള യാത്രയിലാണിപ്പോൾ. ഏകദേശം സിറ്റിയിൽ നിന്ന് 250 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഈ ഗ്രാമം. പോകുന്ന വഴികളൊക്കെ നല്ല രസമുള്ള അടിപൊളി കാഴ്ചകളാണ്. രണ്ട് സൈഡിലും പച്ചപ്പും അതിന് നടുവിലൂടെ നോക്കത്താ ദൂരം നീണ്ടുകിടക്കുന്ന റോഡും. കണ്ടാൽ യൂറോപ്പാണെന്ന് തോന്നിക്കുന്ന കാഴ്ച. ഇടയ്ക്കിടെ ഇതുപോലെ ആട്ടിടയന്മാരെ കാണുന്നുണ്ടായിരുന്നു. വണ്ടി സൈഡാക്കി കുറച്ചു നേരം അവരോട് സംസാരിച്ചു. നല്ല സ്നേഹമുള്ള മനുഷ്യർ. ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് കൈയടിച്ചു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. പിന്നെ കുറച്ചു ദൂരം അവരോടൊപ്പം നടന്നു. കുതിര, ആട്, പശു എല്ലാ മൃഗങ്ങളും ഇതിലുണ്ട്. ഇതിനെ ഇങ്ങനെ തൊഴിച്ചു നടക്കാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. കിലോമീറ്ററുകളോളം ഈ മൃഗത്തെ മേയിച്ചുകൊണ്ടാണ് ഇവർ നടന്നു വരുന്നത്. പിന്നെ കുറച്ച് ഫോട്ടോസും എടുത്ത് നമ്മുടെ യാത്ര തുടർന്നു. മുന്നോട്ട് പോകും തോറും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളായിരുന്നു. അരുവികളും തോടുകളുമായി സുന്ദരമായ കാഴ്ച. ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇവിടെ തന്നെ തങ്ങാനാണ് മനസ്സ് പറയുന്നതെങ്കിലും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുള്ളതുകൊണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് വീണ്ടും യാത്ര തുടർന്നു. ഏകദേശം 100 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ ഇതുപോലെ കട്ട റോഡിലേക്ക് ചാടി. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും കട്ട റോഡ് അവസാനിക്കുന്ന കോലം ഒന്നും കാണുന്നില്ല. ഗൂഗിൾ മാപ്പ് ചതിക്കുമോ എന്ന ഒരു ഭയവുമുണ്ട്. കാരണം ഫുൾ വിജനമായ സ്ഥലമാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ 1-2 ട്രക്ക് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓഫ് റോഡ് വാഹനമല്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടുപോയത് തന്നെ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആഫ്രിക്ക അത്ര സേഫ് അല്ല എന്ന്. വിദേശികളെ കണ്ടാൽ തട്ടിക്കൊണ്ടുപോകും, പിന്നെ വലിയ പണം കൊടുത്താലേ അവർ തിരിച്ചയക്കുകയുള്ളൂ എന്നൊക്കെ. റോഡിൻ്റെ അവസ്ഥ കണ്ടാൽ മുന്നോട്ടു പോകൽ അത്ര സുഖകരമാവില്ല എന്ന് തോന്നി. എങ്കിലും മുന്നോട്ടു പോകാൻ തന്നെ തീരുമാനിച്ചു. ഇനിയും 50 കിലോമീറ്റർ കഴിഞ്ഞാൽ മാത്രമേ ആ ഗ്രാമത്തിൽ നമ്മൾ എത്തുകയുള്ളൂ. ഇനി അങ്ങോട്ടുള്ള റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് ഒരു പിടുത്തവുമില്ല. മുമ്പോട്ടുള്ള യാത്രയിൽ എന്തു സംഭവിച്ചു എന്ന് അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയും നിങ്ങൾ വീഡിയോ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ഫോളോ ചെയ്തോ. ഗ്രാമത്തിലെ സുന്ദരമായ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം.